നിങ്ങളുടെ കയ്യിലെ ഇതുപോലെ 1-2 പേജ് മാത്രം യൂസ് ചെയ്തിട്ട് ബാക്കി പേജൊക്കെ എം ടി ആയിട്ടുള്ള എന്തെങ്കിലും ബുക്കോ ഡയറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തിട്ട് വായോ, നമുക്കൊന്നിച്ചൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. നോ മോർ ബ്ലാങ്ക് പേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള എം ടി ആയിട്ടിരിക്കുന്ന പേപ്പർ നമ്മൾ ഫില്ല് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാം. നമുക്ക് പല വ്യത്യസ്തമായിട്ടുള്ള കുറേ ഇതുപോലെ ആർട്ട് ഫോം എന്നല്ലല്ലോ, പെയിൻറ്റിങ്, ഡ്രോയിങ്സ് ഉണ്ട് ഇന്ത്യയിൽ. മധുബാനി, മണ്ടേല ആർട്ട്, കലംകാരി, പട്ടചിത്ര, തഞ്ചാവൂർ ചിത്രങ്ങൾ, അങ്ങനത്തെ കുറേ സംഭവം, ഗോണ്ട് ആർട്ട്, ഇങ്ങനത്തെ കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പെയിൻറ്റിങ്സ് അല്ലെങ്കിൽ ഡ്രോയിങ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കുറച്ച് എനിക്കും പഠിക്കാം, കൂട്ടത്തിൽ നിങ്ങൾക്കും പറഞ്ഞുതരാം. അതുകൂടാതെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മക്കളുടെയൊക്കെ നല്ല ക്രിയേറ്റിവിറ്റി, മക്കളുടെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും ക്രിയേറ്റിവിറ്റിയൊക്കെ ഒന്നുകൂടെ നല്ല അടിപൊളിയായിട്ട് വരാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് ഇത്. എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സമയം എടുത്ത് അത് നമ്മൾ ശാന്തമായിട്ട് ഉറത്തിയിരുന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുമ്പോൾ അതിലൊരു കുറച്ച് നമ്മൾ സൂക്ഷിച്ചൊക്കെ ഇരുന്ന് ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായ ഒരു വ്യത്യാസം നമുക്ക് കിട്ടും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവം. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എൻ്റെ കൂട്ടി ഇങ്ങനത്തെ ഡ്രോയിങ്സൊക്കെ പഠിക്കാനും അതിനെപ്പറ്റിയൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ കൂടിക്കോ. അപ്പം നമുക്ക് അടുത്ത 20 ദിവസത്തേക്ക് അടിപൊളിയാക്കാം. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.